السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഖാമയുമായി ബന്ധപ്പെട്ട് നന്മകളിൽ മുന്നേറാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അത് പരിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കും. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിലേക്ക് മുന്നിട്ട് വരിക. അതുപോലെ പ്രവാചകന്മാരുടെ ഗുണങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവർ കാനൂ യുസാരിഊന ഇലൽ ഖൈറാത്ത്, അവർ നന്മയിലേക്ക് എപ്പോഴും ധൃതിപ്പെടുന്നവരായിരുന്നു. ഒരു നന്മ കരുതി കഴിഞ്ഞാൽ അത് നീട്ടിവെക്കുന്ന ഒരു രീതി പ്രവാചകന്മാർക്കുണ്ടായിരുന്നില്ല. അത് അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതല്ല. ആ രീതിയിൽ നന്മയിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളത് ഇസ്തിഖാമയുടെ ഒരു ഭാഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, കറുത്ത ഇരുണ്ട രാത്രിയുടെ ഒരു കഷ്ണത്തെ പോലെ നിങ്ങളിലേക്ക് ഫിത്ന കടന്നു വരും. അതായത് പരീക്ഷണങ്ങൾ, കുഴപ്പങ്ങൾ, അത് നാൾക്കുനാളത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്നതിന് ഒരു അവസരം വരുന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ സൽക്കർമ്മങ്ങൾ നല്ലവണ്ണം ചെയ്തുകൊള്ളുക. കാരണം അന്നത്തെ ആ ഒരു ദിവസം, ആ അവസരത്തിൽ ഒരു മനുഷ്യൻ പ്രഭാതത്തിലാകുന്നത് വിശ്വാസിയായിട്ടായിരിക്കും, പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്ക് അയാൾ കാഫിറായിട്ടുണ്ടാവും. ഒരു പക്ഷേ വൈകുന്നേരം അയാൾ മുഅ്മിനായിരുന്നേക്കും, പക്ഷേ രാവിലെ ആകുമ്പോൾ അയാൾ കാഫിറായി എന്ന് വന്നേക്കാം. ഈ ദീനിനെ തന്നെ അയാൾ വിറ്റുകളയും. ദുനിയാവിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ദുനിയാവ് കിട്ടുവാൻ വേണ്ടി ദീൻ തന്നെ ഇല്ലാതാക്കും, അതിനെ തന്നെ വിറ്റ് തുലച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സമയം വരുന്നതിന് മുമ്പായി നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം അത് നമ്മൾ സ്വീകരിക്കുക. പരമാവധി കഴിയുന്ന രീതിയിൽ നന്മകളിൽ നമ്മൾ മുന്നേറുക. അത് ഏതു രീതിയിലുമാകട്ടെ. ഒരു നല്ല വാക്ക് പോലും, അതല്ലെങ്കിൽ ഒരു പുഞ്ചിരി പോലും സ്വതക്കയും നന്മയുമായി മാറുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത്ര ചെറുതാണെങ്കിലും നന്മകളെ മുന്നേറുന്ന രീതി ഒരു ശീലം നമുക്കുണ്ടാകട്ടെ. ഇസ്തിഖാമയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.